എല്ലാ തെരുവുകളിലും കാണിച്ച് വിചാരണയും ചോദ്യവും നടത്തിയപ്പോൾ ഇതവർക്കൊരു പൊറുതികേടായിട്ട് തോന്നിയപ്പോൾ മറ്റൊരു മൗലവി എന്ത് ചെയ്തു? ഇപ്പൊ രാത്രിയല്ല എന്ന് പറയുമ്പോൾ ഇതിനെ അങ്ങ് നിഷേധിച്ചു. അത് കേട്ടോളൂ. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു, എന്ത് 5 ലക്ഷം വരുന്ന മുസ്ലിങ്ങൾ മാത്രമേ ഹജ്ജിന് അവിടെ എത്തുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്താണ് മുശ്രിക്കീങ്ങളാന്ന് ആ വാചകത്തിൽ തന്നെ ഇല്ല. അത് കേൾപ്പിക്കാൻ കഴിയില്ല. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. കേൾപ്പിക്കാൻ കഴിയില്ല. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. കേൾപ്പിക്കാൻ കഴിയില്ല. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. ഇതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കണം, ലോക മുസ്ലിമീങ്ങൾ മുഴുവനും മുശ്രിക്കീങ്ങളാണ്, ബഹുദൈവ വിശ്വാസികളാണ്. കള്ളുകുടിയന്മാരാന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കടമില്ല, അതൊരു ഹറാമാണെന്നെങ്കിലും നമുക്ക് സഹിക്കാം, അത് ശിർക്ക് പോലെയല്ല. കള്ളുകുടി വലിയ കുറ്റമാണ്, പക്ഷേ ഇസ്ലാം ഒന്ന് പുറത്തു പോവുകയില്ല. മാരകമായ ശിക്ഷയുള്ള കുറ്റമാണ്, പക്ഷേ കള്ളു കുടിച്ചത് കൊണ്ട് ഒരാൾ ഇസ്ലാം ഒന്ന് പുറത്തു പോവില്ല. അതേ സമയത്ത് ശിർക്ക് ചെയ്താലോ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താ. അതുകൊണ്ട് ഈ സമുദായത്തിനെതിരെ നടത്തിയ ആരോപണം ചില്ലറയല്ല. ഈ സമുദായത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മുൻഗാമികളെ മുഴുവനും അവര് മുശ്രിക്കീങ്ങളാക്കിയില്ലേ? മുജാഹിദുകളുടെ ഏറ്റവും വലിയ കുറ്റം എന്താ? ഒന്ന്, ഞാൻ എണ്ണിപ്പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ മുസ്ലിമീങ്ങളെ അവരെന്ത് ചെയ്തു? മുശ്രിക്കീങ്ങളാക്കി. അടുത്ത മുജാഹിദ് അയാൾ പറയാം, അയാൾ ജനിച്ചത് തന്നെ ജാഹിലിയത്തിലാണ്. പറയട്ടെ മോനെ. ഞാൻ എന്തുകൊണ്ട് മുജാഹിദായി എന്ന വിഷയത്തെക്കുറിച്ച് ചുരുങ്ങിയ ചില വാക്കുകളിൽ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇവിടെ കേട്ടറിഞ്ഞതുപോലെ തികച്ചും ജാഹിലിയത്തിലും സിർക്കിലും ബിദ്അത്തിന്റെയും കോട്ടകൊത്തളങ്ങളിൽ ജനിക്കുകയും വളർന്നു വരികയും വിവിധ സുന്നി സ്ഥാപനങ്ങളിൽ പഠിക്കുകയും സുന്നി സംഘടനകളുടെ പ്രവർത്തന ഗോതയിലേക്ക് ഇറങ്ങുകയും ചെയ്തിട്ടുള്ള ഈ മഹത്തായ പരിപാടിയിൽ ഞാൻ എന്തുകൊണ്ട് മുജാഹിദായി എന്ന വിഷയത്തെക്കുറിച്ച് ചുരുങ്ങിയ ചില വാക്കുകളിൽ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇവിടെ കേട്ടറിഞ്ഞതുപോലെ തികച്ചും ജാഹിലിയത്തിലും സിർക്കിലും ബിദ്അത്തിന്റെയും കോട്ടകൊത്തളങ്ങളിൽ ജനിക്കുകയും വളർന്നു വരികയും വിവിധ സുന്നി സ്ഥാപനങ്ങളിൽ പഠിക്കുകയും സുന്നി സംഘടനകളുടെ പ്രവർത്തന ഗോതയിലേക്ക് ഇറങ്ങുകയും ചെയ്തിട്ടുള്ള സുന്നിസത്തിലും ഇസ്ലാമിസത്തിലും ഒന്നും ജനിച്ച ആളല്ല. ജാഹിലിയത്തിലും ബിദ്അത്തിലും ശിർക്കിലും ജനിച്ചയാൾ അയാൾക്ക് കടപ്പെട്ട പ്രസ്ഥാനത്തിലേക്ക് പോയി എന്നേ അതിനർത്ഥമുള്ളൂ. എൻ്റെ നാട്ടുകാരനാണ്, എനിക്ക് പരിചയമുള്ള ആളുമാണ്, അതുകൊണ്ട് ഞാൻ എടുത്ത് പ്രത്യേകം അയാളെ പറഞ്ഞതേ ഉള്ളൂ. ചില ആളുകൾ വിചാരിക്കുക ആരൊക്കെയോ അങ്ങ് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് പോയി എന്ന്. യഥാർത്ഥത്തിൽ അയാൾ തന്നെ പറയുന്നു, അയാൾ ജാഹിലിയത്തിലും ശിർക്കിലും ജനിച്ച ആളാണ്, അയാൾക്ക് പോകാൻ പറ്റുന്ന പ്രസ്ഥാനവും അത് തന്നെയാണ്. മതി. ഇനിയോ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയും, മുസ്ലിയാരെ അയാൾ മക്കത്ത് മുശ്രിക്കീങ്ങൾ വരുന്നല്ലേ പറഞ്ഞോളൂ, ഞാൻ ജാഹിലിയത്ത് ജനിച്ചെന്നല്ലേ പറഞ്ഞോളൂ. ഇവിടെ സുന്നികൾ മുശ്രിക്കീങ്ങളാന്ന് അവർ പറഞ്ഞോ? സുന്നികൾ മുശ്രിക്കീങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? സുന്നികൾ മുശ്രിക്കീങ്ങളാണെന്ന് തന്നെ നേരിട്ടെടുത്ത് പറയുന്നത് വരട്ടെ. ഈ ജാതിയുടെ വരിക്കാരാവാതിരിക്കാൻ കേട്ടോ, അള്ളാഹുൽ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനോട് അല്ലാഹ് കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം APK സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാളാകുന്നില്ലെങ്കിൽ ഒന്ന് നിരീശ്വരവാദിയായാൽ പോലും സാധ്യത ഉണ്ട്. കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ വേറോട്ടും പോകില്ല. പക്ഷെ സുന്നിയാകാതിരിക്കുക. കാരണം നിരീശ്വരവാദിയായ കാഫറിന്റെ ശിക്ഷയുള്ളൂ, മുശ്രിക്കിന്റെ ശിക്ഷയല്ല. മുശ്രിക്കിന്റെയും കാഫറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക സുന്നിയായാൽ. അയാള് പറഞ്ഞത് തെരുവിലല്ല, തിരുവനന്തപുരത്തെ മുജാഹിദിന്റെ പള്ളിയിലെ മിമ്പറിൽ കയറി മാർച്ച് മാസം 7-ാം തീയതി നടത്തിയ ഖുതുബയാണ് കേട്ടോ. ഈ കഴിഞ്ഞ മാർച്ച് മാസം 7-ാം തീയതി
തിരുവനന്തപുരത്തെ മുജാഹിദ് പള്ളിയിലെ മിമ്പറിൽ കയറി ജുമുഅന്റെ ഖുതുബയ്ക്ക് പകരം നടത്തിയ കവാത്താണ് നിങ്ങൾ കേട്ടത്. ഈമാനുള്ളവർക്ക് ഇത് സഹിച്ചു കൊടുക്കാൻ പറ്റുമോ? ശംസുൽ ഉലമാ കെ അബൂബക്കർ മുസ്ലിയാർ ആരായിരുന്നു? തൗഹീദ് തിരിയാത്ത പണ്ഡിതനായിരുന്നോ? അല്ല, അവിടുന്ന് ഇൽമിന്റെ ബഹറായിരുന്നില്ലേ? വൈജ്ഞാനിക ലോകത്ത് വേണ്ടതുപോലെയുള്ള സാന്നിധ്യം നടത്തിയ മഹാനല്ലേ? അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമാ AP ഉസ്താദ് അവർകൾ ഇന്ന് ആഗോളതലത്തിൽ ഇസ്ലാമിക പ്രചരണത്തിന് വേണ്ടി നടക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ജീവിക്കുകയും ആഗോളതലത്തിൽ തന്നെയുള്ള മുസ്ലിം പണ്ഡിതന്മാരുടെ ഏകോപനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്ത് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങളും അവിടുത്തെ സുന്നത്തുകളുടെയും ഏറ്റവും പ്രൗഢമായ സമാഹാരമാകുന്ന സ്വഹീഹുൽ ബുഖാരി ദർസ് നടത്തുന്ന ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ ദർസിന് നേതൃത്വം നൽകുന്ന പണ്ഡിതനല്ലയോ കാന്തപുരം AP ഉസ്താദ് അവർകൾ? അവരും അവരുടെ അനുയായികളുമൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് പച്ച മലയാളത്തിൽ പറയാൻ നിങ്ങൾക്കെന്ത് മാനദണ്ഡമാണ് മുജാഹിദുകളെ? ശിർക്ക് ഖൽബിലുള്ള വിശ്വാസമല്ലയോ? ഈ സമുദായത്തെ മുഴുവനും ശിർക്കിന്റെ അഥവാ ബഹുദൈവത്വത്തിന്റെ ആലയത്തിലേക്ക് തള്ളിയിട്ട് നിങ്ങൾ എവിടെയാണ് സ്വർഗം പണിയുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ